പങ്കെടുക്കുവാനും ദൈവം തന്ന വൻ കൃപയ്ക്കായി ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. യുവജന വാരത്തോടനുബന്ധിച്ച് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കേന്ദ്രം, സെൻറ്റർ, ശാഖ ഭാരവാഹികളോടും ഇടവക ചുമതലക്കാരോടും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഡി മാത്യു അച്ഛനോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. യുവജന വാരത്തോടനുബന്ധിച്ച് യുവജന സഖ്യത്തെ പറ്റി ഒരു പ്രസ്താവന നടത്തുവാനും അല്പസമയം വചനത്തിൽ നിന്ന് സംസാരിക്കുവാനുമാണ് എന്നെ ഏൽപ്പിച്ച കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. 1933 ആരംഭിച്ച മാർത്തോമ യുവജന സഖ്യം അതിൻ്റെ 92 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. സഭയുടെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുന്നതിന് യുവജനങ്ങളെ സജ്ജരാക്കുക, ഇതര സഭകളോടും മറ്റു യുവജന പ്രസ്ഥാനങ്ങളോടും യോജിച്ച് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുക, രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ വിവിധ വിശ്വാസ സമൂഹങ്ങളായും ദർശനങ്ങളുമായുള്ള സംവാദത്തിലൂടെ ആശയ സമന്വയം നിർവഹിക്കുക എന്നിവ സഖ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളാണ്. ആരാധന, പഠനം, സാക്ഷ്യം, സേവനം എന്നിവയാണ് സഖ്യത്തിൻ്റെ മുഖമുദ്ര. ഈ വർഷം 825 ശാഖകൾ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശാഖ, സെന്റർ, ഭദ്രാസന കേന്ദ്ര തലങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സൊസൈറ്റി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് ആക്ഷൻസ് എന്ന പേരിൽ രജിസ്റ്റേർഡ് സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. സഖ്യത്തിൻ്റെ ശ്രദ്ധേയമായ ക്യാമ്പ് സെൻ്ററാണ് അടൂർ മാർത്തോമ യൂത്ത് സെൻ്റർ. സഭയുടെയും വിവിധ സംഘടനകളുടെയും പരിപാടികളും ക്യാമ്പുകളും അവിടെ അനുഗ്രഹപ്രദമായി നടന്നു വരുന്നു. ഇതിനോട് ചേർന്ന് നവതി സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ പ്രാരംഭ നിർമ്മാണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. സഖ്യം ഗ്രാമം മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ 80ാം വർഷാഘോഷ പരിപാടികളുടെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയാണ് സഖ്യം ഗ്രാമം കടപ്പ മിഷൻ. മിഷൻ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പ്രൊജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. സഖ്യത്തിന് 2 പ്രസിദ്ധീകരണങ്ങളാണുള്ളത്. മലയാളത്തിൽ യുവദീപവും ഇംഗ്ലീഷിൽ റിപ്പിൾസും. യുവദീപം വാർഷിക വരസംഖ്യ 200 രൂപയും ആയുഷ്കാല വരസംഖ്യ 2500 രൂപയുമാണ്. റിപ്പിൾസിൻ്റേത് വാർഷിക വരസംഖ്യ 300 രൂപയും ആയുഷ്കാല വരസംഖ്യ 3000 രൂപയുമാണ്. ഈ 2 മാസങ്ങളുടെയും വരിക്കാരാകാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സഖ്യത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 9,20,00,000 പരം രൂപ ആവശ്യമായി ഇരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ സഖ്യത്തിൻ്റെ മുഖ്യ വരുമാനമായ യുവജനയായ സ്തോത്രാഴ്ചയിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുകയും സഖ്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് ഉദാരമായ ദാനങ്ങൾ അർപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ പ്രസ്താവന നിർത്തുന്നു. അച്ഛൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഈ ഞായറാഴ്ച സഭയായി നിശ്ചയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വ്യത്യസ്ത കഴിവുകളുള്ളവരെ ആദരിക്കുക അഥവാ വ്യത്യസ്തങ്ങളെ ആദരിക്കുക എന്നുള്ളതാണ്. യുവജന വാരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യുവത ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികൾ എന്നുള്ളതാണ്. ഈ 2 വിഷയങ്ങളും കൂടെ കോർത്തിണക്കി ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് ഏവങ്കേലിയോനായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഏവങ്കേലിയോനായി വായിച്ചത്. അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും
വിശുദ്ധ ദിവസം ദൈവമേ ദേവാലയത്തിലായിരിക്കാനും നിന്റെ വചനവുമായി നിൽക്കുവാനും സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നത്. അല്പസമയം ഞങ്ങൾ നിന്റെ വചനം ധ്യാനിക്കുന്ന കർത്താവേ, എന്നിലൂടെ നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂടി വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലരുടെ തിരുനാമത്തെ എടുത്താട്ടെ, കൃപയോട് കേൾക്കുമാറാണമേ. ഈ വേദഭാഗം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണെന്ന് ഞാൻ കരുതട്ടെ. യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണിത്. ഇതെന്നാൽ സുവിശേഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യോഹന്നാൻ മാത്രമേ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം. 38 വർഷമായി മുടന്തനായ ഒരു വ്യക്തി ബെത്സയിദ കുളക്കടവിൽ സൗഖ്യത്തിനായി കിടക്കുന്നു. എന്നാൽ ആ കുളത്തിലേക്ക് എത്തിപ്പെടാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. യേശു അതുവഴി പോകുന്നു. യേശു സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിക്കുകയും അവനെ സൗഖ്യമാവുകയും, അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അതായത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 38 വർഷങ്ങളാണ് ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത്. ആ സമയത്ത് അനേകർ അയാളെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും, അയാളെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ആരും അയാളെ സഹായിക്കാനോ അയാൾക്ക് എന്താണ് ആവശ്യമെന്ന് തിരക്കാനോ ആരും മുതിർന്നതായി കാണുന്നില്ല. ആ വേദഭാഗത്ത് അത് പറയുന്നുണ്ട്, ആരും എന്നെ കുളക്കടവിൽ ഇറക്കാനില്ലായിരുന്നു എന്ന് കർത്താവിനോട് ആ വ്യക്തി പറയുന്നുണ്ട്. നോ വൺ വാസ് വില്ലിംഗ് ടു ഹെൽപ്പ് ഹിം. ആരുമില്ലായിരുന്നു പുള്ളിയെ സഹായിക്കാൻ വേണ്ടി. അതുപോലൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പലരും പലതിൻ്റെയും പുറകെ ഓടുകയാണ്. തിരിച്ചറിവ് നഷ്ടപ്പെട്ട നിർവികാരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിങ്ങനെ ഓടുമ്പോൾ നമ്മുടെ ചുറ്റും ഒന്നും നോക്കാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം സാധിക്കാൻ വേണ്ടി ഓടുന്നൊരു ലോകത്താണ്. ഒരു കണക്ഷൻ ഇല്ല, ആരോടും ഒരു സ്നേഹമില്ല, മമതയില്ല. നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, പലരനുഭവിക്കുന്ന വേദനകൾ, വ്യതകൾ എല്ലാം നമ്മുടെ ചുറ്റും കാണും. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന്. പക്ഷേ അതിനേക്കാട്ടി കൂടുതൽ നമ്മെ ആവശ്യമായിട്ടുള്ള അനേകം ഈ ലോകത്ത് കാണും. നമുക്ക് കർത്താവ് ഈ മനുഷ്യനായ പോലെ നമുക്കൊരു കമ്പാനിയനാവാൻ നമുക്ക് സാധിക്കുമോ? നമുക്കൊരു മറ്റുള്ളവർക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒരു തുണയായി തീരാൻ നമുക്ക് സാധിക്കുമോ? ജോസഫ് അന്നൻകുട്ടി ജോസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. പുള്ളിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു ബുക്കുണ്ട്, ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറഞ്ഞ്. ആ ബുക്കിൻ്റെ സമ്മറി ഇതാണ്: നമ്മൾ പോലും അറിയാതെ നമ്മെ സഹായിക്കാൻ, കരുതാൻ ദൈവം അയക്കപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. അവരെയാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് അദ്ദേഹം ആ ബുക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ ചാരനെ പോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമതായി, വാക്കുകൾക്ക് ഭയങ്കര മൂർച്ചയുണ്ട്. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുള്ള ഒരു ആയുധമാണ്. ചില വാക്കുകൾ നമ്മെ വളർത്തും, എന്നാൽ ചില വാക്കുകൾ നമ്മെ തളർത്തും. യേശു ആ വ്യക്തിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. എന്ത് പവർഫുൾ ആയിട്ടുള്ള വാക്യങ്ങളാണ് പറയുന്നത്. ആ ഒരു വാക്കും കൊണ്ട് യേശു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയും ഒരു പുതുജീവനും കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ചില വാക്യങ്ങൾ എന്ന് പറയുന്നത്. ചില വാക്കുകൾ നമ്മൾ എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു പോയിന്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. മുന്നോട്ട് എന്ത് ചെയ്യേണ്ടി വരും, എന്താണ് മുന്നോട്ടെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇതുപോലത്തെ ചില വാക്കുകൾ, ഞാനുണ്ട്, നിനക്കൊരു കുഴപ്പമില്ല, ഞാനുണ്ട് എന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു വ്യക്തി പ്രതീക്ഷയെല്ലാം അസ്തമിച്ച് ഇനി എന്താണ് മുന്നോട്ടെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഞാനുണ്ട്, നമുക്കിത് ഒരുമിച്ച് സോൾവ് ആക്കാം എന്ന് നമുക്ക് ഒരാളോട് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ എല്ലാവരും ആൾക്കാരെ കുറ്റപ്പെടുത്താനും അവരുടെ കുറവുകൾ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മളെല്ലാവരും മുന്നോട്ടാണ്. എന്നാൽ ഒരാൾക്ക് ആശ്വാസം കൊടുക്കാനും അവരുടെ ഒപ്പം നമ്മൾ നിൽക്കാനും നമ്മൾ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്
ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന്. അതിൽ പറയുന്നുണ്ട്, നഗ്നനായി ഉടുപ്പിച്ചു, രോഗത്തിലിരുന്നു, കാണാനൊന്നും. അതുപോലെ തന്നെ ഇതുണ്ട്, ആശ്വാസം വേണ്ടിയവർക്ക് ആശ്വാസം കൊടുക്കുക. നമ്മളെ കൊണ്ടാകുന്ന വിധം സാമ്പത്തികമായി എപ്പോഴും എല്ലാവർക്കും സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എന്നാൽ ഒരാളുടെ കൂടെ ഇരിക്കുക, ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഈ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു തുണയാകാനോ നമുക്കൊരു കമ്പാനിയൻ ആവാനോ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സ്വപ്നങ്ങളിൽ ചാരം വീണു പോയ ജീവിതങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷ കൊടുക്കാൻ, ആശ്വാസം പകരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. യൗവനം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ്. വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു തലമുറയായി ക്രിസ്തുവിൻ്റെ വഴികാട്ടികളായി തീരുവാൻ യുവജനങ്ങൾക്ക് കഴിയണം. അതിനാദ്യം തന്നെ നമ്മൾ ബേസിൽ നിന്ന് ആരംഭിക്കണം. ഇടവകയിലും സൺഡേ സ്കൂളിലും മാതാപിതാക്കളിലൂടെയും വിശ്വാസ അധിഷ്ഠിതമായ ജീവിതത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോരുത്തരും പ്രവർത്തിക്കണം. കാലം ചെയ്തു പോയ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു എനിക്ക്. സ്വീകരിക്കേണ്ടവയെ സ്വീകരിക്കാം, സ്വീകരിക്കാൻ പറ്റാത്തവയെ ആദരിക്കാം. നമുക്കിഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് റെസ്പെക്റ്റ് കാണിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ യുവജനങ്ങൾ ഈ വ്യത്യസ്തമായ ഇടങ്ങളിൽ പോകുമ്പോഴൊക്കെ മറ്റുള്ളവരെയും വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മളവരെ പഠിപ്പിക്കണം. പല സാഹചര്യത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു നടക്കാതെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ വിളങ്ങണം. നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ, കർത്താവിനെ ഓരോരുത്തരും നമ്മിൽ കാണണം. അല്ലാതെ നമ്മൾ ക്രിസ്ത്യാനിയാണ്, മർത്തോമാക്കാരനാണെന്ന് പറഞ്ഞു നടക്കാതെ നമ്മുടെ സ്വഭാവത്തിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും കർത്താവിനെ അറിയാത്തവരും മറ്റുള്ളവർ അറിയണം നമ്മിലൂടെ. അങ്ങനെ ഒരു യുവതലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ ഓരോരുത്തരും, മാതാപിതാക്കളും സൺഡേ സ്കൂളും യുവജന സഖ്യയും ഇടവകയും എല്ലാം അതിനായി നന്നായിട്ട് പ്രയത്നിക്കണം. അങ്ങനെ ഒരു യുവത്വം അർത്ഥപൂർണമാക്കി തീരും. അങ്ങനെ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും